ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പം 4 കാല് ഞങ്ങൾ അങ്ങനെ തന്നെ വെട്ടി മേടിച്ചിട്ടുണ്ട്, വറുക്കാനാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വരഞ്ഞ് ഞാൻ കഴുകി. ഗ്രേവി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുവിന് എന്നും മീൻ വറുക്കുന്നതുകൊണ്ട് ഗ്രേവി എപ്പോഴും ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് ഞാൻ പുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചു. ഇത് ഇന്നത്തേക്കല്ല, നാളെ അപ്പത്തിന് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. നാളെ അപ്പം ഉണ്ടാക്കുന്നുണ്ട്, അപ്പം രാവിലത്തേക്ക് എടുക്കാൻ കരുതി. പിന്നെ നമ്മുടെ ഷെഫ് ഇവിടെ ഇല്ല കേട്ടോ. ഷെഫ് ചേട്ടനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചേട്ടനാണ് എല്ലാ ദിവസവും എപ്പോഴും ഇറച്ചി, ബീഫായാലും ചിക്കൻ ആയാലും ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് അതേ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഉരുളി കണ്ട് ആരും നെറ്റ് ചുളിക്കണ്ട കേട്ടോ. ഇത് ഞങ്ങളുടെ ആസ്ഥാന ഇറച്ചിക്കറി വെക്കുന്ന ഉരുളിയാണ്. ഓൾഡ് ആൻഡ് ഗോൾഡ് ആണ് ഞങ്ങളുടെ. അപ്പോൾ ഇത് എത്ര പാത്രം ഉണ്ടെങ്കിലും ഇതിൽ വെക്കുന്ന പോലെ ഒരു സുഖപ്രദമായിട്ട് എനിക്ക് വേറെ ഒരു പാത്രം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതിൽ തന്നെയാണ് ഞങ്ങൾ കാലാകാലങ്ങളായി ഇറച്ചിക്കറി വെക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വെച്ചു. പിന്നെ കുറച്ച് ചക്ക ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ കാശ് കൊടുത്താണ് ഈ ചക്ക വാങ്ങിക്കുന്നത്. നേരത്തെ ഞങ്ങൾ താമസിച്ചെടുത്തുനിന്ന് ഇഷ്ടത്തിന് ചക്ക നമുക്ക് ഇഷ്ടത്തിന് കിട്ടുമായിരുന്നു, എല്ലാവരും ഫ്രീ ആയിട്ട്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ചക്കയൊക്കെ ഞങ്ങൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. പച്ചക്കറിക്കാർ കൊണ്ടുവരുമ്പോൾ അവരെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ ചക്ക കറി വയ്ക്കുന്നത്. അപ്പോൾ ചക്കയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഞാനൊരു കഷ്ണവും കുറച്ച് ചക്കയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങ് കഴിച്ചു. പിള്ളേർക്കൊക്കെ കൊടുത്ത് വിളമ്പി വെച്ചിട്ടാണ് ഞാൻ കഴിക്കാതിരുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.